പലർക്കും ഉള്ള ഒരു ഡൗട്ട് ആണ് ടു ബി പ്ലസ് V3. ഇത് എവിടെ ഉപയോഗിക്കുമെന്നത്. ടു ബി പ്ലസ് V3 എന്നാൽ V3 ഫോം എന്ന് പറയുന്നത് ഒരു വെർബിൻ്റെ തേർഡ് ഫോം, പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം. ടു ബിയോടുകൂടി V3 ഉപയോഗിക്കുന്നത് എവിടെയാണ്, അതിൻ്റെ മീനിങ് എന്താണ് വരുന്നത്. ഇതാണ് ഇന്നത്തെ നമ്മുടെ ടോപ്പിക്. കുറച്ചുകൂടി കൃത്യമായി പറഞ്ഞാൽ ഇന്നത്തെ ഈ ലെസണിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ആം, ഈസ്, ആർ, വാസ്, വേർ ഇതിലേതെങ്കിലും ഒന്നിൻ്റെ കൂടെ ടു ബി പ്ലസ് V3 എങ്ങനെ ഉപയോഗിക്കും എന്നാണ്. ആദ്യമായി മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇത് പാസീവ് ഫോമിലുള്ള സെൻറ്റൻസുകളിലാണ് ഉപയോഗിക്കുന്നത്. പിന്നെ വേറൊന്ന്, ഇത് ചെയ്ത് കഴിഞ്ഞ കാര്യത്തെപ്പറ്റിയല്ല പറയുന്നത്, ഇനി ചെയ്യാനിരിക്കുന്ന കാര്യത്തെപ്പറ്റിയാണ്, ഇനി ചെയ്യേണ്ടുന്ന കാര്യത്തെപ്പറ്റിയാണ്. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കിയിരിക്കുക. ഇനി നമുക്ക് അത് എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് എന്നൊക്കെ നോക്കാം. ടു ബി പ്ലസ് V3 എന്നാൽ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ആണെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ടു ബി റെസ്പെക്റ്റഡ്, റെസ്പെക്റ്റ് ചെയ്യപ്പെടണം. റെസ്പെക്റ്റ് എന്ന വേർഡിൻ്റെ തേർഡ് ഫോമാണ് റെസ്പെക്റ്റഡ്. ടു ബി ഇൻസ്പയർഡ്, ഇൻസ്പയർ ചെയ്യപ്പെടണം. ഇൻസ്പയർ, ഇൻസ്പയർഡ്, ഇൻസ്പയർഡ് അത് V3 ഫോമാണ് ഇൻസ്പയർ എന്ന വേർഡിൻ്റെ. ടു ബി പ്രൊമോട്ടഡ്, പ്രൊമോട്ട് ചെയ്യപ്പെടണം. ടു ബി സോൾഡ്, വിൽക്കപ്പെടണം. ടു ബി പബ്ലിഷ്ഡ്, പബ്ലിഷ് ചെയ്യപ്പെടണം. ടു ബി ഇൻവൈറ്റഡ്, ക്ഷണിക്കപ്പെടണം. അപ്പോൾ ഇതെല്ലാം പാസീവ് ഫോമിലുള്ള സെൻറ്റൻസുകളാണ്. ഇനി നമുക്ക് സെൻറ്റൻസുകളായിട്ട് നോക്കാം. ദിസ് റൂം ഈസ് ടു ബി ക്ലീൻഡ്, ഈ റൂം ക്ലീൻ ചെയ്യപ്പെടണം, വൃത്തിയാക്കപ്പെടണം. അത് ആരാണ് വൃത്തിയാക്കുന്നത് എന്നതിനല്ല അവിടെ പ്രസക്തി. അത് ആ റൂം ക്ലീൻ ചെയ്യപ്പെടണം, മറ്റാരെങ്കിലും അത് ക്ലീൻ ചെയ്യണം. ദിസ് റൂം എന്നത് അവിടെ അത് ഡുവർ ഓഫ് ദ ആക്ഷൻ അല്ല, അത് റിസീവർ ഓഫ് ദ ആക്ഷൻ ആണ്. അതാണ് പാസീവ് ഫോമിലുള്ള സെൻറ്റൻസ് ആണ് എന്ന് പറഞ്ഞത്. ദിസ് റൂം ഈസ് ടു ബി ക്ലീൻഡ്. ടു ബി പ്ലസ് V3 ആണ്. ക്ലീൻ എന്ന വേർബിൻ്റെ V3 ഫോമാണ് ക്ലീൻഡ്. ടു ബി ക്ലീൻഡ്. ദിസ് റൂം എന്നതനുസരിച്ചിട്ടാണ് ഇസ് ആണോ ആർ ആണോ എന്നൊക്കെ നമ്മൾ തീരുമാനിക്കേണ്ടത്. ദിസ് റൂം ഇസ് ടു ബി ക്ലീൻഡ് എന്ന് പറയുന്ന പോലെ ദീസ് റൂംസ് എന്നായിരുന്നെങ്കിൽ കൂടുതൽ പ്ലൂറലായിട്ടുള്ള ഒരു നൗണാണ്. ദീസ് റൂംസ് എന്ന് പറയുമ്പോൾ ദീസ് റൂംസ് ആർ ടു ബി ക്ലീൻഡ് എന്ന് ഉപയോഗിക്കണം. ഈസിന് പകരം ആറായി. ആർ ടു ബി ക്ലീൻഡ്. നമുക്ക് വേണമെങ്കിൽ അവിടെ ഒരു ആരാണ് ചെയ്യുന്നത് വേണമെങ്കിൽ ബൈ വെച്ചിട്ട് നമുക്ക് ചെയ്യാം. ദിസ് റൂം ഈസ് ടു ബി ക്ലീൻഡ് ബൈ മീ. ഈ റൂം ഞാനാണ് ക്ലീൻ ചെയ്യേണ്ടത്, ബൈ മീ എന്ന് ചേർത്തു. അത് ഞാൻ പറഞ്ഞല്ലോ പാസീവ് വോയിസിലുള്ള സെൻറ്റൻസ് ആണെന്ന്. അപ്പോൾ ഇതിൻ്റെ ആക്റ്റീവ് വോയിസ് സെൻറ്റൻസസ് എന്താ? ഫോർ എക്സാമ്പിൾ, ഐ ആം ടു ക്ലീൻ ദ റൂം. ഞാനത് പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു കാര്യമാണ്, എനിക്ക് ഈ റൂം ക്ലീൻ ചെയ്യണം. ഐ ആം ടു ക്ലീൻ ദ റൂം. ഐ ആം ടു ക്ലീൻ ദ റൂം എന്നതാണ് പാസീവ് ഫോമിലേക്ക് മാറ്റുമ്പോൾ ദിസ് റൂം ഈസ് ടു ബി ക്ലീൻഡ് ബൈ മീ എന്നാക്കി മാറ്റുന്നത്. ഇനി വേറൊരു എക്സാമ്പിൾ, ഐ ആം ടു ബി ഇൻവൈറ്റഡ്. ഐ ആം ടു ബി ഇൻവൈറ്റഡ്. ഇവിടെ ഞാൻ ക്ഷണിക്കപ്പെടണം, മറ്റാരെങ്കിലും എന്നെ ക്ഷണിക്കണമെന്നാണ്. ഐ ആം ടു ബി ഇൻവൈറ്റഡ്. ഇവിടെ ആം ടു ബി ഇൻവൈറ്റഡ് ആണ്, ആം ഉപയോഗിച്ചു. ദിസ് റൂം ഈസ്, ദീസ് റൂംസ് ആർ, ഐ ആം. അങ്ങനെ ഐ ആം ടു ബി ഇൻവൈറ്റഡ്. ഫോർ എക്സാമ്പിൾ, ഇതിൻ്റെ ഒരു ആക്റ്റീവ് വോയിസ് സെൻറ്റൻസ് എന്തായിരിക്കും? ഫോർ എക്സാമ്പിൾ, ഐ ആം ടു ബി ഇൻവൈറ്റഡ് ബൈ ഹിം എന്നായിരുന്നെങ്കിൽ ഹീ ഈസ് ടു ഇൻവൈറ്റ് മീ. ഹീ ഈസ് ടു ഇൻവൈറ്റ് മീ എന്നാണ്. അങ്ങനെ ഒരു സെൻറ്റൻസിനെയാണ് നമ്മൾ പാസീവ് ഫോമിലേക്ക് മാറ്റുമ്പോൾ ഐ ആം ടു ബി ഇൻവൈറ്റഡ് ബൈ ഹിം. ഐ ആം ടു ബി ഇൻവൈറ്റഡ്. നോക്കൂ, ഐ ആം ടു ബി ഉപയോഗിച്ചു. ഇനി നമുക്ക് പാസ്റ്റ് ടെൻസിലെ ഫോംസ് ആവാം. അപ്പോൾ പാസ്റ്റ് ടെൻസ് ആണെങ്കിൽ വാസ് അല്ലെങ്കിൽ വേർ ഉപയോഗിക്കണം. ഐ വാസ് ടു ബി ഇൻവൈറ്റഡ്. ഞാൻ അങ്ങനെ ക്ഷണിക്കപ്പെടണമായിരുന്നു. ഐ വാസ് ടു ബി ഇൻവൈറ്റഡ്. ദേ വേർ ടു ബി ഇൻവൈറ്റഡ്. ദേ അനുസരിച്ചിട്ടാണ് വേർ ഉപയോഗിച്ചത്. ദേ വേർ ടു ബി ഇൻവൈറ്റഡ്. ദിസ് കാർ ഈസ് ടു ബി സോൾഡ്. ദിസ് കാർ, ഈ കാറ് വിൽക്കപ്പെടേണ്ടതാണ്. ദിസ് കാർ ഈസ് ടു ബി സോൾഡ്. സെൽ എന്ന വാക്കിൻ്റെ V3 ഫോമാണ് സോൾഡ്. സെൽ, സോൾഡ്, സോൾഡ്. ഐ ആം ടു ബി ഇൻവൈറ്റഡ്. ഐ ആം ടു ബി ഇൻവൈറ്റഡ് എന്ന് പറയുമ്പോൾ ഞാനല്ല ഇൻവൈറ്റ് ചെയ്യുന്ന ആൾ, ഡുവർ ഓഫ് ദ ആക്ഷൻ ഞാനല്ല, മറ്റാരെങ്കിലും. ഐ ആം ടു ബി ഇൻവൈറ്റഡ്. ദിസ് കാർ ഈസ് ടു ബി സോൾഡ് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ സബ്ജക്റ്റായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് ഡുവർ ഓഫ് ദ ആക്ഷൻ അല്ല. അതായത് ഇതെല്ലാം പാസീവ് വോയിസിലുള്ള സെൻറ്റൻസുകളാണ്. ദിസ് ഹൗസ് ഈസ് ടു ബി പെയിൻറ്റഡ്. ഈ ഹൗസ് പെയിൻറ്റ് ചെയ്യപ്പെടണം. അതായത് അത് പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു കാര്യമാണ്. ആരാണ് പെയിൻറ്റ് ചെയ്യുന്നത് എന്നത് അവിടെ പ്രസക്തമല്ല. ദിസ് ഹൗസ് ഈസ് ടു ബി പെയിൻറ്റഡ്. ഈസ് ടു ബി
അപ്പോൾ നമ്മൾ ഉപയോഗിച്ച ഈ സെൻറ്റൻസിലെല്ലാം നമ്മൾ ആം ഉപയോഗിച്ചു, ഈസ് ഉപയോഗിച്ചു, ആർ ഉപയോഗിച്ചു, പിന്നെ പാസ്റ്റ് ടെൻസിലാണെങ്കിൽ വാസ്, അതുപോലെ വേർ ഉപയോഗിച്ചു. സബ്ജക്റ്റ് അനുസരിച്ചിട്ടാണ് അത് മാറ്റേണ്ടത്. പ്രസൻറ്റ് ടെൻസിലാണെങ്കിൽ ഐ ആം, പാസ്റ്റ് ടെൻസിലാണെങ്കിൽ ഐ വാസ്. അതുപോലെ തന്നെ വി ആർ പ്രസൻറ്റ് ടെൻസ്, വി വേർ, യു ആർ, യു വേർ പാസ്റ്റ് ടെൻസിൽ. അപ്പോൾ ആം, ഈസ്, ആർ, വാസ്, വേർ അതിൻ്റെയൊക്കെ ഒപ്പം എങ്ങനെയാണ് ടു ബി പ്ലസ് V3 ഉപയോഗിക്കുന്നതെന്നാണ് നമ്മൾ ഈ ലെസണിൽ പഠിച്ചത്. ആം ടു ബി എന്ന് ഉപയോഗിക്കുന്നത് ഐ സബ്ജക്റ്റ് ആവുമ്പോഴാണ്. അതുപോലെ തന്നെ അത് പാസ്റ്റ് ടെൻസിലാണെങ്കിൽ ഐ വാസ് ടു ബി പ്ലസ് V3 ഉപയോഗിക്കാം. ഇനി യു ആണ് സബ്ജക്റ്റ് എങ്കിൽ യു ആർ ടു ബി പ്രസൻറ്റ് ടെൻസിൽ ഉപയോഗിക്കാം, യു വേർ ടു ബി പാസ്റ്റ് ടെൻസിൽ ഉപയോഗിക്കാം. അതുപോലെ തന്നെ വി ആർ ടു ബി, അതുപോലെ വി വേർ ടു ബി ഉപയോഗിക്കാം. ഹി വാസ് ടു ബി, അതുപോലെ ഹി ഈസ് ടു ബിയും ഉപയോഗിക്കാം. പ്രസൻറ്റ് ടെൻസ് ആണോ പാസ്റ്റ് ടെൻസ് ആണോ എന്ന് നോക്കി അതുപോലെ മാറ്റി ഉപയോഗിക്കാം. ഹി ഈസ് ടു ബി പ്രസൻറ്റ് ടെൻസിൽ ഉപയോഗിക്കും, ഹി വാസ് ടു ബി പാസ്റ്റ് ടെൻസിൽ ഉപയോഗിക്കും. ആം, ഈസ്, ആർ ഒക്കെ ഉപയോഗിക്കുന്നത് പ്രസൻറ്റ് ടെൻസിലാണ്. അതല്ല പാസ്റ്റ് ടെൻസ് ആണെങ്കിൽ വാസ് ഓർ വേർ ഉപയോഗിക്കണം.